നല്ല ബോഡി ഷേപ്പിൽ വണ്ടിയാണ്. ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ല വണ്ടി തന്നെയാണ്. മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. ഇതിന് എത്ര ചോദ്യം? ഇത് നമ്മൾ 5,35,000 ചോദിക്കുന്നത്. 5,35 ചോദിക്കുന്നത് വില കുറയും. ഒന്ന് പറഞ്ഞു കൊടുത്താൽ എക്സ്ചേഞ്ച് നമുക്ക് മറ്റേ ഗുഡ് സൈക്കിൾ ആയിക്കോട്ടെ, 2 വീലർ ആയിക്കോട്ടെ, ഇനി ചെറിയ വണ്ടി ഒരു മാരുതി പോലത്തെ അങ്ങനത്തെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് വലുതാക്കണമെങ്കിൽ അല്ല കുറെ ആൾക്ക് പൂതി ഉണ്ടാവും ഈ ചെറിയ വണ്ടി കൊടുത്തിട്ട് 7 സീറ്റ് വണ്ടി എടുക്കണം. അവരെ വണ്ടി നമുക്ക് ചെറിയ വണ്ടി ഡൗൺ പേയ്മെന്റ് ആക്കിയിട്ട് ബാക്കി നമുക്ക് ഫിനാൻസ് ആക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്ത് വേണമെങ്കിൽ നിങ്ങൾ സെറ്റപ്പ് ആക്കി കൊടുക്കും. പിന്നെ വണ്ടി എടുക്കുന്നതിന് പറയാനില്ല ഇതിനെ പറ്റിയിട്ട്. വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ്. നല്ല ഫാൻസി നമ്പറാണ് വണ്ടി. ഫാൻസി നമ്പർ ആണല്ലേ? ഓ 7000 നമ്പർ, നല്ല അടിച്ചാപ്പൊളി നമ്പറാണ്. ബഡ്ജറ്റ് വിലയിൽ നല്ല ക്വാളിറ്റി 7 സീറ്റർ വണ്ടികൾ നോക്കുന്നവർക്കായി തിരൂരിലെ ഏറ്റവും വലിയ യാർഡാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത്. നിങ്ങൾക്കൊരു 7 സീറ്റർ വണ്ടികൾ എടുക്കാൻ പൂതിയുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ചെറുവണ്ടികൾ ഏതായാലും നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വലിയ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. എക്സ്ചേഞ്ച് അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളൊരു ഗൂഡ്സ് വണ്ടിയോ ലോറിയോ ബസ്സോ ഏതുമായിക്കോട്ടെ, ഏത് വണ്ടിക്കും ഇവർ എക്സ്ചേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഇനിയിപ്പോൾ 2 വീലർ ഓടിക്കുന്ന ചങ്കുകളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് മഴയും വെയിലും കൊള്ളാതെ ഒരു കാർ എടുക്കാൻ പൂതിയുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ഇവിടെ കൊണ്ടുവന്നോ, നിങ്ങൾക്ക് കാർ എടുത്തിട്ട് കൊണ്ടുപോകാം. ഞാൻ ഇന്നുള്ളത് തിരൂർ വലിയപാടം അൽഹംദുലില്ലാഹ് കാർ ഷോറൂമിലാണ്. ഇവിടെ നിങ്ങൾ തപ്പി നടക്കുന്ന എല്ലാ ജനപ്രിയ വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ചെറുവണ്ടികളുണ്ട്, അതുപോലെ തന്നെ 7 സീറ്ററും. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ 7 സീറ്റർ വണ്ടികളാണ് പരിചയപ്പെടുന്നത്. ചെറുവണ്ടികൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഇന്നോവ കാർ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ വിലയിൽ ഇവിടുന്ന് വണ്ടികൾ കിട്ടും. ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരൂരിന് താനൂരിലേക്ക് വരികയാണെങ്കിൽ മൂച്ചിക്കൽ പാലം കഴിഞ്ഞിട്ട് വലിയ പാടമാണ് കിട്ടുക. അതേപോലെ തന്നെ താനൂരിന് തിരൂരിലേക്ക് വരികയാണെങ്കിൽ വട്ടത്താണി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 400 മീറ്റർ വന്നു കഴിഞ്ഞാലാണ് ഈ യാർഡ് കിട്ടുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് നേരെ വണ്ടിയിലേക്ക് പോകാം. എന്നോടൊപ്പം ഉള്ളത് ഷമീമാണ്. ഷമീം എന്തൊക്കെയുണ്ട്? സുഖല്ലേ? പിന്നെ നമുക്ക് ആദ്യമായിട്ട് ഒരു മഹീന്ദ്രന്റെ TUV അല്ലേ, ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കല. ഇത് മോഡൽ എത്ര? 2015 മോഡൽ. 2015 മോഡലാണ്. വണ്ടി എന്തുപാട്? വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എയർ ബാഗ്, അലോയ് പിന്നെ അത് 7 സീറ്റർ വാഹനമാണ്. ചെറിയൊരു ഫാമിലിക്ക് എർട്ടിക പോലെ തന്നെ 7 സീറ്റർ ഒരു വാഹനമായിട്ട് വണ്ടി കൊടുക്കാം. നല്ല വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. 15 കിലോമീറ്റർ വരെ മൈലേജ്. 15 കിലോമീറ്റർ മൈലേജ് കിട്ടും തന്നെ. ഓക്കെ, വണ്ടി വേറെ റീപ്ലേസ് ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, ഉള്ളു ഭാഗത്ത് പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ വൃത്തിയുണ്ട് കേട്ടോ. നല്ല ഒരു കാണാൻ ലുക്ക് വണ്ടിയാണ്. ഈ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഒരു പ്രത്യേക ഒരു എടുത്ത് കാണിക്കുന്നത് വണ്ടി. പിന്നെ അലോയ്സ് അതുപോലെ തന്നെ ഇത് ഒരു കളറൊക്കെ കൂട്ടും. അലോയ് കളർ ചെയ്താ അത് കമ്പനി അലോയ് തന്നെ കളർ അടിച്ചതാണല്ലേ, പക്ഷെ കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. ഇത് എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? ഇത് ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം ഓടിക്കുന്നല്ലേ വണ്ടി? എന്ത് വണ്ടി റീപ്ലേസ് കാര്യമൊന്നുമില്ല. പിന്നെ 1 ലക്ഷത്തിന്റെ മേലെ ഓടിക്കണം. 1 ലക്ഷത്തിന് മേലെ ഓടിക്കണം. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് നമ്മള് 5,25,000 രൂപ. 5,25,000. ഇതിന് ലോൺ എത്ര കിട്ടും? ഇത് നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഏകദേശം 10-50 രൂപ മുടക്കിലേക്ക് എന്തായാലും ലോൺ ചെയ്ത് കൊടുക്കാം. തന്നെ 50,000 രൂപ മുടക്കിയാൽ 7 സീറ്റ് വണ്ടികൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാനും പറ്റും കേട്ടോ. നിങ്ങളെ ചെറുവണ്ടി ഇവിടുന്ന് മാറ്റിയിട്ട് 7 സീറ്റർ എടുക്കാൻ പൂതിയുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. 2 വീലർ ആയിട്ടൊക്കെ എക്സ്ചേഞ്ച് നമുക്ക്. ഞാൻ ആദ്യം ഇൻട്രോയിൽ ഞാൻ പറഞ്ഞില്ലേ 2 വീലർ. ഇനിയിപ്പോ എന്ത് 2 വീലർ എന്ത് വേണം? സൈക്കിളിന് ഇല്ലല്ലോ, സൈക്കിളിന് എക്സ്ചേഞ്ച് ഇല്ലല്ലോ. വണ്ടി നമുക്ക് നോക്കാം, സൈക്കിളൊക്കെ നോക്കാം. വണ്ടി ഇഷ്ടപ്പെട്ടു. അപ്പൊ 5,25,000 ചോദിക്കുന്നുണ്ട്. വില എന്തെങ്കിലും കുറച്ച് കൊടുക്കില്ല, വിലക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടോ. ഇവിടെ നമുക്ക് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇന്നോവ കാർ നമുക്ക് നോക്കാം. ഈ നിലവിൽ KL55 തിരൂരിലേക്ക് മാറിയിട്ടുണ്ട് നമ്പർ. ഇത് മോഡൽ എത്രയാണ്? ഇത് 2011 മോഡൽ. 11 മോഡലാണ് അല്ലേ? ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ G4 ആണ്. G4 ആണ് അല്ലേ? ഓക്കെ, വണ്ടി എന്തുവാണ്? വണ്ടി ക്വാളിറ്റിയിൽ വണ്ടി, അതായത് സെക്കൻഡ് ഓണർ വണ്ടി, മെയിൻ ഗ്ലാസ് ഒന്നും മാറാത്ത വണ്ടിയാണ്. ഒന്നും മാറിയിട്ടില്ല തന്നെ, നല്ല ക്വാളിറ്റിയിൽ വണ്ടി. ഓക്കെ, പുറത്തുനിന്ന് വന്ന വണ്ടി ആണെങ്കിലും ഒന്നും മാറിയിട്ടില്ല കേട്ടോ. മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി ആയിരിക്കും വണ്ടി. എത്ര ഓടിയിട്ടുണ്ടാവും മാക്സിമം? ഇത് കിലോമീറ്റർ 1 മേലെ ഓടിക്കുന്നു. ജെന്യൂൻ ആയിക്കോണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, റീ വണ്ടി അല്ലേ. പക്ഷെ ഏകദേശം നമുക്ക് വണ്ടിന്റെ ക്വാളിറ്റി കാണുമ്പോൾ അതിലുള്ള കിലോമീറ്റർ പക്കായിട്ടാണ് തോന്നുന്നത്. അതെ അതെ, അത് മൂപ്പര് പറയുന്ന വണ്ടി ക്വാളിറ്റി ആണ്, പക്ഷെ ഓട്ടത്തിന്റെ ജെന്യൂൻ പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇത് നിങ്ങൾ എത്ര ചോദിക്കുന്നത് അല്ലേ? ഇത് നമ്മൾ 5,70,000 രൂപ. 5,75,000 ചോദിക്കുന്നുണ്ടല്ലേ? വില കുറയോ? 5,70 ചോദിക്കണേ, നമുക്ക് കുറച്ച് കൊടുക്കാം അല്ലേ? ഓക്കെ, ഇതിനൊക്കെ ഫിനാൻസ് അതിന് നമുക്ക് ഒരു 4 ലക്ഷം രൂപ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 4 ലക്ഷം രൂപ ചെയ്ത് കൊടുക്കാം അല്ലേ? ഒരു 1.25 നിങ്ങൾ ചോദിക്കാൻ വില നിങ്ങൾ കുറച്ച് കൊടുക്കും. അപ്പോ വേണമെങ്കിൽ വിളിച്ചോ. ഇവിടെ നമുക്ക് ഒരു ഇന്നോവ നമുക്ക് പരിചയപ്പെടാം. 8 സീറ്റർ വണ്ടിയാണ് കേട്ടോ. ഇത് മോഡൽ എത്രയാണ്? ഇത് 2013 G4 ആണ് വരുന്നത്. 13 G4 വണ്ടി. ഓട്ടോ ഒക്കെ എത്ര ഉണ്ടാവും? ഓട്ടോ 2 ലക്ഷം കിലോമീറ്റർ ആയിരിക്കും. 2 ഓടിക്കുന്നു അല്ലേ? ഓക്കെ, മീറ്റർ അങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, വണ്ടി എന്തെങ്കിലും മെയിൻ ഗ്ലാസ് മറ്റേ റീപ്ലേസ് ഉണ്ട്? ഇതിന് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് ഉണ്ടല്ലേ? അതായത് ബോണറ്റ് ഡിക്കൊന്നും മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പിന്നെ ഇതില് DRL
LED ലൈറ്റ് ഒക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ആക്കി കസ്റ്റമൈസ്ഡ് ഹെഡ്ലൈറ്റ് ആണ്. ഓക്കെ. വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തിരിക്കണം? ഹെഡ്ലൈറ്റ് ഉണ്ട്, ഹെഡ്ലൈറ്റ് മാത്രം ചെയ്തിരിക്കണം. പിന്നെ സ്റ്റീരിയോ ഉണ്ട്, സ്റ്റീരിയോ ഉള്ളിൽ ആൻഡ്രോയിഡ് ചെയ്തിരിക്കണം. ആൻഡ്രോയിഡ് സീറ്റ് കവർ കാര്യങ്ങള്, സീറ്റ് കവർ ഒക്കെ പുതിയ ചെയ്തതാണ്. നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പോയിലർ നല്ല കാണാൻ നല്ല ലുക്കുള്ള വണ്ടിയാണ് കേട്ടോ. വണ്ടി എഞ്ചിൻ പരമായിട്ട് ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ആക്കിയില്ല. ഓക്കെ, നമ്മൾ നേരത്തെ കാണിച്ചു ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ആക്കി. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമ്മള് 7,60,000 രൂപ. 760 ചോദിക്കുന്നുണ്ട്. 2013 മോഡല് G4 760 ചോദിക്കുന്നുണ്ട്. വില കുറയോ? വില കുറച്ചെടുക്കാം. വില കട്ടിയായിട്ട് കുറച്ച് തരും. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ വന്നിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വില കുറച്ച് തരും. പിന്നെ ഫിനാൻസ് കിട്ടുമല്ലോ? 5 ലക്ഷം രൂപ ഫിനാൻസ് ചെയ്തു. 5 രൂപ ഫിനാൻസ്. നല്ല ട്രാക്ക് ഉണ്ട്, ചിലപ്പോൾ അതിന്റെ മുകളിൽ കയറും. ഓക്കെ, നല്ല സ്ട്രോങ് പ്രൊഫൈൽ ആണെങ്കിൽ അതിന്റെ മേലേക്കും കിട്ടും. അപ്പോൾ വേണമെങ്കിൽ വിളിച്ചോ. നമുക്ക് ഒരു നമ്പർ മാറിയ വണ്ടി നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്രയാണ്? ഇത് 2010 മോഡലാണ്. 10 മോഡലാണല്ലേ? ഓക്കെ. വണ്ടി ടൈപ്പ് 4ലേക്ക് ഇത് 2015 ഇവിടെ നമ്പർ വണ്ടിയാണ്. 15 L55S 2015 ഇവിടെ നമ്പർ വണ്ടിയാണ്. ഓക്കെ, തിരൂരിലേക്ക് മാറിയത് നമ്പർ വണ്ടിയാണ്. രണ്ടാമത്തെ ഓണർഷിപ്പാണ് വണ്ടി. രണ്ടാമത്തെ ഓണർഷിപ്പിൽ നിൽക്കുന്നത്. അവിടെ ഒരു ഓണർ, ഇവിടെ ഒരു ഓണർ. വണ്ടി എന്ത് പാടി മേജർ ആയിട്ട് എന്തെങ്കിലും? മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ. പിന്നെ ഡിക്കി ഡോറ് അതുപോലെ തന്നെ ബോണറ്റ് ഒന്നും മാറിയിട്ടില്ല. വണ്ടി പക്കാണ്. ഇത് എത്ര ഓട്ടം കാണിക്കുന്നത്? ഇത് 2 ലക്ഷത്തിന് മേലെ ഓട്ടം. 2 മേലെ കാണിക്കുന്നുണ്ടല്ലേ? ഓക്കെ, ജെന്യൂന് പറയാൻ കഴിയില്ല. പറയാൻ കഴിയില്ല, പക്ഷെ വണ്ടിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ഏകദേശം. അതെ, വണ്ടി അത് ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതായത് കുറച്ച് എക്സ്പീരിയൻസ് വേണം. ഈ വണ്ടി ഓടിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ഇതിന്റെ കിലോമീറ്റർ സർവീസിലെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ടൊയോട്ടനെ സംബന്ധിച്ചിട്ട് മറ്റേ കിലോമീറ്റർ ഒന്നും അറിയില്ല. കറക്റ്റ് സർവീസിലെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ എഞ്ചിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കിലോമീറ്ററിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതെ. ഓക്കെ, നിങ്ങൾ ട്രയൽ അടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈസ് റോഡിൽ ഒരിക്കലും പോകണ്ട. റഫ് റോഡിൽ പോയിട്ട് ട്രയൽ അടിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഫോൾട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ മനസ്സിലാവും. പിന്നെ വണ്ടി വേറെ അപകടമൊന്നും ഇല്ല. നല്ല ബോഡി ഷേപ്പിൽ വണ്ടിയാണ്. ഏതൊരാൾക്കും വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ല വണ്ടി തന്നെയാണ്. മെയിൻ ക്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. ഇതിന് എത്ര ചോദ്യം? ഇത് നമ്മള് 5,35,000 രൂപ ചോദിക്കുന്നത്. 5,35 ചോദിക്കുന്നത്. വില കുറയും. ഓക്കെ, ഇതിന് ഫിനാൻസ് കിട്ടും? ഫിനാൻസ് കിട്ടും. ഫിനാൻസ് കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളൂ, ഫിനാൻസ് ഒക്കെ ചെയ്ത് തരും. അടിച്ചപൊളി പുത്തൻ മോഡൽ മഹീന്ദ്രയുടെ സ്കോർപിയോ നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്രയാണ്? ഇത് കണ്ട പുത്തൻ മോഡലാന്ന് തോന്നുന്നു. 2010 മോഡൽ വണ്ടി. 2010 ആണല്ലേ? ഞാൻ ആദ്യം ചോദിച്ചിരിക്കണം മൂപ്പരോട്. ഇത് മൂപ്പരോട് പറഞ്ഞ് 2010 മോഡലാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 10 മോഡലാ. ഇത് കാണുമ്പോ അങ്ങനെ ഇല്ലല്ലോ. അത്രയും അടാറ് ലുക്കിലാണ് ഈ വണ്ടി നിൽക്കുന്നത് കേട്ടോ. എത്ര ഇത് വണ്ടി എത്ര ഓട്ടം ഉണ്ട്? വണ്ടി 1,70,000 കിലോമീറ്റർ ഓട്ടം. ഓക്കെ, എക്സ്ട്രാ ഫിറ്റിംഗ് പറഞ്ഞാല് 3.5 ലക്ഷം 4 ലക്ഷം വരെ ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് പുറം ഇന്റീരിയർ എക്സ്റ്റീരിയറും അത് നമ്മളിപ്പോ വീടിപ്പോ കാണിച്ചു കൊടുക്കുന്നുണ്ട് വണ്ടിന്റെ. അപ്പൊ അത് പ്രേക്ഷകർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിന്റെ പോലെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇന്റീരിയർ ഭാഗത്തും പുറത്തൊക്കെ ഉള്ളും പുറത്തും എല്ലാം ക്ലിയർ ആണ് കേട്ടോ. നല്ല നീറ്റ് വണ്ടിയാണ്, ഒന്നും പറയാനില്ല കേട്ടോ ഇതിനെ പറ്റിയിട്ട്. വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ്. നല്ല ഫാൻസി നമ്പറാണ് വണ്ടി. ഫാൻസി നമ്പർ ആണല്ലേ? ഓ, 7,000 നമ്പർ, നല്ല അടിച്ചാപ്പൊളി നമ്പറാണ്. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 5.5 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. പുതിയ പേപ്പർ നിങ്ങൾ എടുത്തു കൊടുക്കും. 5 രൂപ ചോദിക്കുന്നുണ്ട്. അത് ഇൻക്ലൂഡ് ആക്കിട്ടല്ലേ? ഇതിന് ഫിനാൻസ് കിട്ടാനുള്ള ഫിനാൻസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ വില കുറയൂല? നിങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ബാണാങ് വിളിച്ചോട്ടാ, നല്ല വണ്ടിയാണ്. ഇതിയുടെ എർട്ടിക ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ. ഓക്കെ, ഇത് മോഡൽ എത്രയാണ്? ഇത് 2017 വണ്ടി. 2017. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് VDI ഹൈബ്രിഡ് ആണ്, ഡീസൽ ഹൈബ്രിഡ് വണ്ടിയാണ്. തന്നെ ഹൈബ്രിഡ് ആണ്, മൈലേജ് കൂടുതൽ കിട്ടും. ഓക്കെ, ഓപ്ഷൻ VDI അല്ലേ? ഓപ്ഷൻ VDI. ഓക്കെ, വണ്ടി എത്ര ഓട്ടം ഉണ്ട്? വണ്ടി 84,000 കിലോമീറ്റർ. 84 ഓടിയിട്ടുണ്ട്. പിന്നെ വേറെ റീപ്ലേസ് കാര്യങ്ങൾ? മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ഇത് ഷോറൂം ഹിസ്റ്ററിയിലെ വണ്ടിയാണ്. മെയിൻ ഗ്ലാസ് മാറിയതിൽ കാണിക്കുന്നത്. മെയിൻ ഗ്ലാസ് മാത്രമേ മാറിയിട്ട് വേറെ ഈ ബോണറ്റ് ഒന്നും മാറിയില്ല. ഹിസ്റ്ററിയിലുണ്ട്, കറക്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, വേറെ അപകടങ്ങളൊന്നും ഇല്ല. നല്ല വണ്ടി. എന്തോ വീണ് പൊട്ടിയതാണ്, അല്ലാതെ ആക്സിഡന്റ് ഒന്നും ഇല്ല. തന്നെ ഓക്കെ, ഉള്ളും പോയി അത് ചിലപ്പോൾ തേങ്ങ അല്ലെങ്കിൽ എന്തെങ്കിലും ഹിസ്റ്ററിയിലുണ്ട്, ഷോറൂമിൽ. ഓക്കെ ഓക്കെ, അത് പക്ക പറയുന്നുണ്ട്, ഹിസ്റ്ററിയിൽ ഉള്ളതാണ്. പിന്നെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. മേജർ ആക്സിഡന്റ് ഉണ്ടെങ്കിൽ ബോണറ്റ് ഒക്കെ മാറിയിട്ടുണ്ടാവും. ബോണറ്റ് ഒന്നും മാറാതെ അല്ല. പിന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. സ്കേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിൽ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഫ്രണ്ടും ബാക്കിലോ സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇത് എത്ര ചോദ്യം? ഇത് നമ്മൾ 7,25,000 രൂപയ്ക്കുണ്ട്. 7,25 ചോദിക്കുന്നുണ്ട് അല്ലേ? എന്തെങ്കിലും പിന്നെയും കുറയോ? കുറച്ച് കൊടുക്കും അല്ലേ? കസ്റ്റമർ വരട്ടെ, വരികയാണെങ്കിൽ എന്ന് കുറച്ച് തരും. ഇതൊക്കെ ഫിനാൻസ് എത്ര? ഇത് നമുക്കൊരു 6 വരെ ചെയ്ത് കൊടുക്കാം. നല്ല ട്രാക്കിന്റെ 6 വരെ ചെയ്ത് കൊടുക്കാം. ഒരു 10,75 ഉറുപ്പിന്റെ ഉള്ളിലുണ്ടെങ്കിൽ വണ്ടി ലോൺ ഇറക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കി കളി. ഓക്കെ, അപ്പൊ ബാണം വിളിച്ചോ. പെജേറോ പ്രേക്ഷകർക്കായി നല്ലൊരു അടിച്ചപ്പൊളി വണ്ടി നോക്കാം. ഇത് മോഡൽ എത്ര? 2011 12 റേസ് വണ്ടി. ഓക്കെ, 2011 മോഡൽ 12 റേസ് ആണ്. വണ്ടി കേരള വണ്ടിയാണോ? അല്ല, അത് നമ്പർ ആയ വണ്ടിയാണ് അല്ലേ? ഓക്കെ, വണ്ടി എന്തുപാട്? ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ? മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഓക്കെ, മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്, വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അഡീഷണൽ ഫിറ്റിംഗ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അഡീഷണൽ ഫിറ്റിംഗ് പറഞ്ഞാൽ നല്ല ടയർ ഉണ്ട് വണ്ടി. ഓക്കെ, നല്ല ടയർ ഒക്കെ. ഇത് നോർമൽ വണ്ടിയാണ്, അഡീഷണൽ ഫിറ്റിംഗ്സ് ആയിട്ടൊന്നുമില്ല. ഹൈബ്രിഡ് ക്ലച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നോർമൽ ഒരു വണ്ടി, നോർമൽ ആയിട്ടുള്ള വണ്ടി. ഇനിയിപ്പോ ചെയ്യാം, ടോപ്പ് എൻഡ് വണ്ടിയാണ്. SFX ബുൾഡോഗ് എന്ന് പറയും. തന്നെ
ഇത് 7 സീറ്റർ വണ്ടി, 7 സീറ്റർ വണ്ടിയാണ്. ഇത് എത്ര മൈലേജ് കിട്ടും വണ്ടിക്ക്? ഇത് മൈലേജ് ഒരു 10 ഒക്കെ പ്രതീക്ഷിച്ചായി, 10-10ന്റെ ചോടൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. വലിയ വണ്ടിയല്ലേ, ഫോർച്യൂണറിന്റെ ഒരു മൈലേജ് അല്ലേ? ഓഫ് റോഡ് വണ്ടി ആകുമ്പോൾ മൈലേജ് കുറയും. അതെ അതെ. ഇപ്പൊ നമ്പർ ഓൾറെഡി അയക്കണല്ലോ? അയക്കണം. ഇത് എത്ര ചോദിക്കണത് നിങ്ങൾ? ഇത് നമ്മൾ 9 ലക്ഷം രൂപയ്ക്ക് ഉണ്ട്. 9 ചോദിക്കുന്നുണ്ട്. കുറച്ചെടുക്കാം. ഓക്കെ, വില കുറച്ച് കൊടുക്കും അല്ലേ? അപ്പൊ ആരെങ്കിലും വേണമെങ്കിൽ വിളിച്ചോട്ടോ. പിന്നെ ഈ വണ്ടി ആരെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലിയിൽ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ. ഓക്കെ, ഇവിടെ നമുക്ക് മഹീന്ദ്രന്റെ ബൊലേറോ നമുക്ക് നോക്കാം. ബൊലേറോ ഒരുപാട് ആൾക്കാർ നോക്കി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് മോഡൽ എത്ര തന്നെ? ഇത് 2014 ഉണ്ട്. അതായത് 14 മോഡലാണല്ലേ? ഇത് ഓപ്ഷൻ ഏതാ തന്നെ? ഇത് SLX DI ടർബോ. ഓക്കെ ഓക്കെ, DI ടർബോ SLX. ഓക്കെ ഓക്കെ. വണ്ടി റീപ്ലേസ് ഒന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എത്ര ഓടി ഉണ്ടാവും? കിലോമീറ്റർ 1.18 ഓടി അല്ലേ? ഇപ്പൊ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ്. ക്വാളിറ്റി വണ്ടിയാണ്, ധൈര്യമായിട്ട് എടുക്കാം. എഞ്ചിൻപരമായിട്ട് ഇന്റീരിയർ കാര്യങ്ങൾ എല്ലാം ഓക്കെ, പക്ക വണ്ടിയാണ്. എല്ലാം നല്ല പക്ക വണ്ടിയാണ് അല്ലേ? ഏതൊരു കസ്റ്റമറിനും എടുക്കാൻ പറ്റിയ നല്ലൊരു അടിച്ചാപൊളി വണ്ടി. 2014 മോഡൽ അല്ലേ? ഇതിനെത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമ്മള് 5,45,000 രൂപ കുറച്ച് കൊടുക്കും അല്ലേ? ഇതിന് ലോൺ എത്ര കിട്ടും? ലോണ് 3.5, 4 വരെ കിട്ടും. 4 വരെ ലോൺ കിട്ടും. ഒരു ഉറപ്പുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും അല്ലേ? ഓക്കെ. 2014 മോഡൽ ബൊലേറോ ചോദിക്കുന്നത് 5.45 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കേട്ടോ, ഫിക്സ് റേറ്റ് അല്ല. മാക്സിമം 1 രൂപ ഉണ്ടെങ്കിൽ ലോൺ തുറക്കാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ വിളിച്ചോ. ഇവിടെ നമുക്ക് ഒരു പുതിയൊരു സ്കൂട്ടർ വാങ്ങുന്ന പൈസക്ക് ഒരു 7 സീറ്റർ വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഒരു ഫാമിലിക്ക്, അതായത് പഴയ വണ്ടിയാണല്ലോ ഇത്? 11 മോഡൽ വണ്ടിയാണ്. 2011 മോഡലാണ്. ഓക്കെ. ഏത് വണ്ടി? സുമോ ഗ്രാൻഡ്. ഒരു ഫാമിലിക്ക് ഒരു 7-8 ആൾക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഒരു മഴയും വെയിലും കൊള്ളാതെ അല്ല, ചെറിയ പൈസക്ക് അങ്ങനെ കണക്കൂട്ടാ. അന്നത്തെ കാലത്ത് നല്ല ഓപ്ഷൻസ് ഒക്കെ വണ്ടിയാണിത്. അതെ, അന്നത്തെ കാലത്തെ വണ്ടി വെച്ചാൽ ഇത് പുലിയാണ്. സുമോ വെച്ചാല് ഇപ്പൊ തമിഴ് സിനിമയിലൊക്കെ ഫുൾ സുമോന്റെ അല്ലേ? ഈ വണ്ടിന്റെ ബോഡി വെയിറ്റ് ഒരു വണ്ടി കിട്ടില്ല. അതെ അതെ, ബോഡി നല്ല തിക്നെസ് ഉള്ളതാണ്. പിന്നെ ഇത് എന്ത് പാട്? മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. മെക്കാനിക്കൽ പരമായിട്ട് റണ്ണിങ് കണ്ടീഷൻ ഓക്കെ. ഇപ്പൊ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ ഇതിന് എന്തെങ്കിലും ചെലവുണ്ടോ? വർക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ചെലവ്? സർവീസ് ചിലപ്പോൾ ഒരു സർവീസ് എടുക്കേണ്ട, ഓയിൽ കാര്യങ്ങൾ മാറ്റേണ്ടതായിട്ട് അല്ല ചില്ലറ ചെറിയ പണികളുണ്ട്. അല്ലാതെ മേജർ ആയിട്ട് വർക്കൊന്നുമില്ല. വണ്ടി ഇപ്പോഴും റണ്ണിങ് കണ്ടീഷൻ ഓക്കെ, എഞ്ചിനൊക്കെ പക്കാണ്. ഓക്കെ ഓക്കെ. ആരെങ്കിലും നോക്കുകയാണെങ്കിൽ ഫുൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയാൽ കേട്ടോ. ഇതിന് ചോദിക്കുന്നത് എത്ര? 1,50,000 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും വ്യത്യാസം വെച്ച് കൊടുക്കുന്നത്? പിന്നെ കുറച്ച് തരും കേട്ടോ. വില ചോദിക്കുന്ന വില അല്ല, വില കുറച്ച് തരും. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ലാസ്റ്റ് വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പൊ അതിന് മുമ്പായിട്ട് ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ, ലൊക്കേഷന്, പിന്നെ വണ്ടിന്റെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ആരും വിളിച്ച് ചോദിച്ചാൽ നമ്പറിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ലൊക്കേഷൻ കാര്യങ്ങൾ നമ്മൾ അയച്ചു തരും. വണ്ടിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തരും. ഈ വീഡിയോ കാര്യങ്ങൾ എന്തെങ്കിലും വണ്ടിന്റെ നമുക്ക് എടുത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ അയച്ചു തരാം. ലോങ് എന്നൊക്കെ വരുന്ന ചിലപ്പോൾ വണ്ടി വീഡിയോ എടുത്ത് കൊടുക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എന്തും വേണമെന്നുണ്ടെങ്കിൽ, എന്താ വെച്ചാൽ ഈ വണ്ടിനെ പറ്റിയിട്ടുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളി. പിന്നെ ഇത് കറക്റ്റ് ലൊക്കേഷൻ ഒന്നും കൂടി പറഞ്ഞു കൊടുക്കാം. നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞാണ്. അതായത് നിങ്ങൾ ഞാൻ പറഞ്ഞത് തിരൂരിന്ന് നമ്മള് താനൂര് പോണ റോഡില് മൂച്ചിക്കൽ കഴിഞ്ഞാല് ഒരു പാലം കിട്ടും. ആ പാലം കഴിഞ്ഞ പാടാണ് നമ്മുടെ ഷോറൂം. അതായത് തിരൂരിന് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആണ് കിട്ടുന്നത്. പിന്നെ താനൂരിന് തിരൂരിലേക്ക് വരികയാണെങ്കിൽ വട്ടത്താണി കഴിഞ്ഞിട്ട് ഒരു 400-500 മീറ്റർ കിട്ടുന്ന യാർഡാണ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ഇന്നോവ കാർ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ഇത് മോഡൽ എത്ര വരുന്നത്? 2013 മോഡലാണ്. 2013 മോഡൽ. വേറൊന്ന് പറയാൻ വിട്ടേക്കുന്നത്, പിന്നെ എക്സ്ചേഞ്ച് അവൈലബിൾ ആണ്. നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും ഒന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ. എക്സ്ചേഞ്ച് നമുക്ക് മറ്റേ ഗുഡ്സ് വെഹിക്കിൾ ആയിക്കോട്ടെ, 2 വീലർ ആയിക്കോട്ടെ, നീ ചെറിയ വണ്ടി ഒരു മാരുതി പോലത്തെ അങ്ങനത്തെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് വലുതാക്കണമെങ്കിൽ. അല്ല, കുറെ ആൾക്ക് പൂതി ഉണ്ടാവും ഈ ചെറിയ വണ്ടി കൊടുത്തിട്ട് 7 സീറ്റർ വണ്ടി എടുക്കണം. അവരെ വണ്ടി നമുക്ക് ചെറിയ വണ്ടി ഡൗൺ പേയ്മെന്റ് ആക്കിയിട്ട് ബാക്കി നമുക്ക് ഫിനാൻസ് ആക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്ത് വേണമെങ്കിൽ നിങ്ങൾ സെറ്റപ്പ് ആക്കി കൊടുക്കും. പിന്നെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഇനി വർക്ക്ഷോപ്പിലായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. അതിന്റെ സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ ഈ വണ്ടി ചെക്ക് ചെയ്യാൻ എല്ലാ സൗകര്യം. പിന്നെ ഇവിടെ അടുത്ത് ടൊയോറ്റന്റെ ഷോറൂം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കിലോമീറ്റർ ഇല്ല, ആകെ 500 മീറ്ററേ ഉള്ളൂ ഇവിടുന്ന് ടൊയോറ്റന്റെ ഷോറൂം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷോറൂമിൽ കൊണ്ടുപോയി കയറ്റിയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. അതിനുള്ള ഓപ്ഷൻ ഇവർ തരും. അപ്പോ നമുക്ക് ഇവിടെ 2013 മോഡൽ ഇന്നോവ G4 അല്ലേ? ഓക്കെ. വണ്ടി റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജറായിട്ടൊന്നും ആക്ഷൻ കാര്യങ്ങളൊന്നുമില്ല, തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. നല്ല വണ്ടി അല്ലേ? എത്ര ഓടിയിട്ടുണ്ടാവും ഇത്? 2 ലക്ഷമായിട്ടുണ്ടാവും. ഇത് 7 സീറ്റർ വണ്ടി അല്ലേ? ഓക്കെ. വണ്ടിക്ക് എത്ര ചോദിക്കുന്നത്? വണ്ടിക്ക് നമ്മള് 6,75,000 ഉണ്ട്. 6,75 ചോദിക്കണ്ടല്ലേ? കുറച്ച് കൊടുക്കുക. 2013 മോഡലാണ് കേട്ടോ. 6,75 ചോദിച്ചത്. എന്റെ ഒരു അഭിപ്രായത്തിൽ വില കുറവാണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ പിന്നെ നോക്കിയാലേ കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ വന്ന് പിന്നെ കുറച്ച് കൊടുക്കും. ഓക്കെ. ഇതിന് ഫിനാൻസും കിട്ടും. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.